ചില മൃഗങ്ങളുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അവസാനത്തിൽ പറയുന്ന മൃഗത്തിന്റെ ശക്തി തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മുടെ ലയണിന്റെ ശക്തിയെ നോക്കാം. ലയൺ ഏതാണ്ട് 450 കിലോഗ്രാം ഭാരം ഉയർത്തും. അതിന്റെ ശരീരത്തിന്റെ ഇരട്ടി ഭാരം. ടൈഗർ ഏതാണ്ട് 550 മുതൽ 600 കിലോഗ്രാം വരെ ഉയർത്തും. ഇതും അതിന്റെ ശരീരത്തിന്റെ ഇരട്ടി ഭാരം. ഒരു കാട്ടുപോത്തും കാണ്ടാമൃഗവുമൊക്കെ 800 മുതൽ 900 kg വരെ ഉയർത്തും. ഈ പറഞ്ഞ ജീവികളെ കൊണ്ട് നമ്മളൊരു വാഹനത്തിലായിരിക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. ഒരു ഇടത്തരം കാറിന് മിനിമം 2.5 ടണ്ണിന് മേലെ ഭാരമുണ്ടാകും. അടുത്തത് നമുക്ക് ഗൊറില്ലയുടെ ശേഷി പരിശോധിക്കാം. ഗൊറില്ലയ്ക്ക് 800 കിലോഗ്രാം ഉയർത്താനുള്ള ശേഷിയുണ്ട്. അവന്റെ kgയുടെ 4 ഇരട്ടി ഭാരം. ഏറ്റവും അവസാനം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആ കാര്യം, ആഫ്രിക്കൻ ആനകൾക്കാണെങ്കിൽ 6 ടണ്ണും അതായത് 6000 കിലോഗ്രാമും, ഏഷ്യൻ ആനകൾക്കാണെങ്കിൽ 5000 കിലോഗ്രാമും ഉയർത്താനുള്ള ശേഷിയുണ്ട്. കാറ് 2.5 ടൺ ആണല്ലോ. കമ്പനികൾ മാറുമ്പോൾ ചില വേരിയേഷനുകൾ വന്നേക്കാം. പക്ഷേ ഏത് കാറും ആന ഉയർത്തും. ദൂരെ നിൽക്കണം. മിനി ലോറി ലോഡ് ഇല്ലാതെ 3.5 ടണ്ണാണ്, മാറി നിൽക്കണം. 2 ആക്സിൽ ലോറി 7.5 ടണ്ണാണ്, മാറി നിൽക്കുന്നത് നല്ലതാണ്. വലിയ ലോറി ആണെങ്കിൽ 10 മേലെ ടൺ ഉണ്ടാകും. സേഫാണ്. ബസ്സും 12ഓളം ടൺ ഉണ്ടാകും. ആനകളുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ kg അഥവാ ടൺ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.